LDFിന് തിരിച്ചടിയുണ്ടായി, മുഖ്യന്റെ ധാർഷ്ട്യം വിനയായി എന്നൊക്കെ പറഞ്ഞാൽ വലിയ കുറ്റമാണ് പോലും. അത് പറയുന്ന പാർട്ടി നേതാക്കന്മാരെ തൂക്കിയെടുത്ത വെളിയിലിടും, അല്ലെങ്കിൽ ശ്വാസം മുട്ടിക്കും. പിണറായിക്കെതിരെ പറഞ്ഞാൽ പിന്നെ പാർട്ടിയിൽ നിൽക്കുക എന്നത് നടക്കാത്ത സ്വപ്നമായതുകൊണ്ട് തന്നെ അടുത്തത് പാർട്ടിയിൽ നിന്നും പോകാനൊരുങ്ങാൻ സാധ്യതയുള്ള ഒരാളെ കാണിച്ചു തരട്ടെ. അത് വേറെ ആരുമല്ല, പട്ടാമ്പി MLA മുഹമ്മദ് മുഹസീനാണ്. മുഹസീനയുടെ തുറന്നു പറഞ്ഞത് ലൈഫ് പദ്ധതിയിൽ കൂടുതൽ വീടുകൾ നൽകിയെടുത്ത് പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിന് തിരിച്ചടി ഉണ്ടായി എന്നാണ്. അതായത് എത്ര വികസനം നടത്തിയെന്ന് വാദോരാതെ പറഞ്ഞാലും പിണറായി സർക്കാരിനെ മുഖമുദ്രയാക്കി കാണിക്കാറുള്ള ലൈഫ് പദ്ധതി പൂർണ്ണ പരാജയമായി പോയെന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നു. അതെന്തായാലും ഈ പറഞ്ഞത് മുഖ്യമന്ത്രി കാണാതിരിക്കില്ല. കാരണം റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറുമായുള്ള സംസാരത്തിനിടയിലാണ് ഈ മുഹസീന്റെ ഈ പ്രസ്താവന എത്തിയത്. മുന്നും പിന്നും ആലോചിക്കാതെ വെണ്ടയ്ക്കാമുഴുപ്പിലെഴുതി റിപ്പോർട്ടർ അത് പുറത്തുവിടുകയും ചെയ്തു. 15 വർഷങ്ങളായിട്ട് CP മുഹമ്മദിന്റെ കോട്ടയായിരുന്ന പട്ടാമ്പി സീറ്റ് മുഹമ്മദ് മുഹസീനിലൂടെ CPI പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ഇത്തവണ അദ്ദേഹം പാർട്ടി മാറുമെന്നൊരു കിംവദന്തികൾ പറക്കുന്നതിനിടയിലാണ് ഒരു കോൽ അങ്ങോട്ട് എറിഞ്ഞുകൊണ്ട് മുഹസീൻ എത്തുന്നത്. കോൺഗ്രസിന്റെ കേരള ചുമതലയുള്ളത് കനയ്യകുമാറിനാണ്. 3 തവണ മത്സരിപ്പിക്കില്ല എന്ന നിയമം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കനയ്യകുമാറിന്റെ അടുത്ത വിശ്വസ്തനായ മുഹമ്മദ് മുഹസീൻ ഒരുപക്ഷെ ഇരുളടഞ്ഞ തന്റെ രാഷ്ട്രീയ ഭാവിയോർത്ത് CPMൽ നിന്നും രാജിവെച്ച് ഉറ്റതോഴൻ കനയ്യകുമാറിനൊപ്പം ചേരാനുള്ള സാധ്യതകൾ അലയടിക്കുമ്പോഴാണ് ഈ വർത്തമാനം വരുന്നത്. എന്തായാലും തോൽവി നിങ്ങൾ സമ്മതിച്ചല്ലോ, നമുക്ക് അത് മതി. മുഹസീന്റെ ആ പ്രതികരണം കൂടി ചേർക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തെ കാര്യത്തിൽ നമ്മൾ 1000 കോടിയുടെ വികസനമാണ് പട്ടാമ്പിയിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ റോഡുകൾ BM&BC നിലവാരത്തിൽ ഉയർത്തിയിട്ടുള്ളത് ഈ കാലയളവിലാണ്. മാത്രമല്ല എല്ലാ പഞ്ചായത്തുകളിലും സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് ഫണ്ട് വെച്ചത്, 100 കോടിയോളം വരുന്ന തുകയുടെ വിദ്യാഭ്യാസ പദ്ധതി നമ്മുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്, 3 ഫ്ലൈ ഓവറുകൾ, അതിലൊരു ഫ്ലൈ ഓവർ അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള വികസനങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. പാലം എന്നുള്ളൊരു വലിയൊരു പദ്ധതി കൂടി ഉണ്ട്. തീർച്ചയായിട്ടും പട്ടാമ്പി പാലം ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ പട്ടാമ്പി പാലം ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ജനങ്ങൾ ഇതിനു മുമ്പുള്ള 15 വർഷക്കാലം ഈ 10 വർഷക്കാലം കമ്പയർ ചെയ്യുമ്പോൾ ഈ വികസനം തീർച്ചയായിട്ടും അവർക്ക് അനുഭവവേദ്യമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. പിന്നെ വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല. ഇനി തെരഞ്ഞെടുപ്പിൽ നേരിടുന്നുണ്ടോ, മത്സരിക്കുന്നുണ്ടോ, പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ള സമയമായിട്ടില്ല എന്നാണ്. പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിൻ എന്ന് പറയുന്നത് ഇടതിലേക്ക് ഈ പട്ടാമ്പിയെ എത്തിച്ച ഒരു വ്യക്തി എന്ന രീതിയിലാണ് പാർട്ടിയും മുന്നണിയെല്ലാം നോക്കിക്കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിൻ തുടരട്ടെ എന്നൊരു വികാരം CPMനുള്ളിൽ ഉൾപ്പെടെ ഉണ്ട് എന്ന് പറയുന്നു. CPക്കകത്ത് വലിയൊരു ആവശ്യമായി പല ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അല്ല, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നാളെക്കുറിച്ച് അതിനെക്കുറിച്ച് ഒരുപാട് വേവലാതിപ്പെടുകയോ അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് നാളത്തെ സമയമാകുമ്പോൾ അതിനനുസരിച്ചുള്ള സംവിധാനം വരികയാണെങ്കിൽ ആലോചിക്കാം. ഇപ്പം എന്തായിരുന്നാലും ഇപ്പം ചെയ്യുന്ന നമ്മൾ പൂർത്തീകരിക്കാൻ പോകുന്ന 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് പരമാവധി ഭംഗിയായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മുഹസിൻ തുടരട്ടെ എന്നൊരു നിലപാട് CPI നേതൃത്വം സ്വീകരിക്കുകയാണെങ്കിൽ അനുകൂലിച്ച് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടയ്ക്ക് വീണ്ടും ഇറങ്ങും. അല്ല, നമുക്ക് സമയമായിട്ടില്ല, ആ കാര്യങ്ങൾ ആലോചിക്കാനായിട്ടില്ല, സമയമാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് തീരുമാനിക്കും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 1000 കോടി രൂപയുടെ വികസനമെല്ലാം നമ്മൾ മണ്ഡലത്തിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ചെറിയൊരു ആശങ്ക ഉണ്ടോ MLAക്ക്? എനിക്ക് ആശങ്കയൊന്നുമില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കൃത്യമായി ഓരോ വീടുകളിലും SIRൻ്റെ പ്രോസസ്സ് അടക്കം സർക്കാരിനെതിരായിട്ട്, അതായത് കേരളത്തിലെ ഗവൺമെൻറ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനമായിട്ട് പോലും സർക്കാരിനെതിരെ തിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ വലിയ രീതിയിലുള്ള ധ്രുവീകരണം, മതവും ജാതിയും ഒക്കെ പറഞ്ഞിട്ടുള്ള ധ്രുവീകരണങ്ങൾ നടന്നിട്ടുണ്ട്. വികസനം ചർച്ച ചെയ്തിട്ടില്ല. പഞ്ചായത്ത് ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം വികസനം ചർച്ച ചെയ്യട്ടെ, അപ്പോൾ ചിത്രം മാറും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. V4 പട്ടാമ്പി കോൺഗ്രസിൽ ജയിച്ചു. ഇത്തവണ ഇനി MLA ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് V4 പട്ടാമ്പിൻ്റെ ഒരു സഹായം LDFന് ഉണ്ടാവില്ല, അതൊരു തിരിച്ചടി ഉണ്ടാവുന്നു. 2016 V4 ഉണ്ടായിട്ടല്ലല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പോൾ അതൊരു ഘടകമേ അല്ല. മാത്രമല്ല V4 പട്ടാമ്പിയുടെ നേതാക്കളൊക്കെ തന്നെ മത്സരിച്ച് ജയിച്ചിരിക്കുന്നത് അവരുടെ ഭൂരിപക്ഷം നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ് ചെറിയ വിരലിൽ എണ്ണാവുന്ന ഭൂരിപക്ഷത്തിനാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു വെല്ലുവിളിയല്ല. MLA അതായത് ഈ മുസ്ലിം ലീഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം അല്ലെങ്കിൽ അത്തരത്തിൽ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് അവർ പരിശോധിക്കുമ്പോൾ അവർക്ക് മുസ്ലിം ലീഗിന് വലിയൊരു മെജോറിറ്റി വോട്ടുകൾ പട്ടാമ്പിയിലുണ്ട് എന്നൊരു ആത്മവിശ്വാസത്തിൽ അവർ സീറ്റ് UDFിൽ നിന്ന് ചോദിച്ചു വാങ്ങാനുള്ള നീക്കങ്ങൾ ഉൾപ്പെടെ നടത്തുകയാണ്. വരട്ടെ മുസ്ലിം ലീഗ്. അപ്പോൾ പട്ടാമ്പിയിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളില്ലാത്തത് കൊണ്ട് പരസ്പരം അങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർ വന്നാൽ അവർ വരട്ടെ, കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് വരട്ടെ,
പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല. പിന്നെ ഓരോ പാർട്ടികൾക്കും അവരുടേതായ ആത്മവിശ്വാസങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അത് ഇലക്ഷൻ കഴിയുന്നത് വരെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരെ എല്ലാവർക്കും ആത്മവിശ്വാസത്തിലുള്ള അവസരമുണ്ട്. ഇപ്പോൾ പറഞ്ഞു പല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ ചെയ്തു. അപ്പോൾ ജനങ്ങൾ തീർച്ചയായും ഒരുമിച്ച് നിന്നിട്ടുണ്ടാവും. 10 വർഷത്തിനിടയിൽ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ടൊരു പിന്തുണ ലഭിച്ചു എന്ന് കരുതുന്നുണ്ട്. പാർട്ടിയിൽ നിന്ന് പിന്തുണ ലഭിച്ചിട്ടുണ്ട്. പിന്നെ പാർട്ടിയുടെ അകത്തുനിന്ന് വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമാണല്ലോ, ഒരു വീട്ടിലാവുമ്പോൾ ഉണ്ടാവുന്ന പോലെ തന്നെ പാർട്ടിയുടെ അകത്ത് പിന്നെ അനുകൂലമായിട്ടും ചില സമയത്ത് പ്രതികൂലമായിട്ടും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. അതൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ MLA ഇത്രയും കോൺഫിഡൻസിൽ ഇപ്പോഴും വളരെ പോസിറ്റീവായിട്ട് MLAക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി ഉണ്ടായി, പക്ഷേ അതൊന്നും MLAക്ക് ഒരു രീതിയിലും ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നില്ല എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി? അല്ല, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നാളെ ജീവിച്ചിരിക്കുമെന്ന് പോലും നമുക്ക് ഉറപ്പില്ലാത്ത മനുഷ്യരാണ്. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ച ജോലി വളരെ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ റിസൾട്ട് ജനങ്ങൾ തരും എന്നൊരു വിശ്വാസമാണ് നമുക്കുള്ളത്. അതിനപ്പുറത്ത് നാളെ ഇങ്ങനെ തന്നെ ആവണം, ഞാൻ തന്നെ സ്ഥാനാർത്ഥിയാവണം, ഞാൻ തന്നെ ജയിക്കണം, അല്ലെങ്കിൽ എനിക്ക് MLA ആയിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് കാഴ്ചപ്പാടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത്, ഞാനൊരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കറാണ്. അപ്പോൾ സാമൂഹ്യ പ്രവർത്തനം അത് താല്പര്യത്തോടു കൂടി ഏറ്റെടുത്ത ആളാണ്. അതിന് ഈ ഒരു പിന്നെ MLA എന്നുള്ളൊരു പദം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റും, ഇല്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു തരത്തിലും അത്തരത്തിലൊരു ഒരുപാട് ചിന്തിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. CPI ഒരു യുവമുഖമായി വന്നാണ് പട്ടാമ്പി പിടിച്ചെടുക്കുന്നത്. മണ്ണാർക്കാട് ഇപ്പോൾ CPI ഒരു മികച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള ഒരു പരിശോധനകൾ നടത്തുന്നു. അവിടെ ഒരു യുവ നേതാവ് വന്ന് മത്സരിച്ചാൽ മണ്ണാർക്കാടും LDF നേടാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം MLAക്കുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പിനെ വികസനം ചർച്ചയാക്കി നേരിട്ട് കഴിഞ്ഞാൽ ഇടതുപക്ഷം ജയിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല, മണ്ണാർക്കാട് പോലെയുള്ളൊരു മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ, ഇപ്പോൾ അവിടെ ആദിവാസികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് മണ്ഡലത്തിലെ നിരവധി കാര്യങ്ങൾ, അപ്പോൾ അതിനൊക്കെ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ വരും എന്നാണ് ഞാൻ കരുതുന്നത്. UDFും അല്ലെങ്കിൽ മുസ്ലിം ലീഗും ഒന്നും അത്തരത്തിൽ വികസനം ചർച്ച ചെയ്തിട്ടല്ല വോട്ട് ചോദിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് MLAക്ക്? തീർച്ചയായിട്ടും ഈ പഞ്ചായത്ത് ഇലക്ഷനിലൊന്നും വികസനം ചർച്ച ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പഞ്ചായത്തുകളിലും പൂർണ്ണമായി അംഗൻവാടി യാഥാർത്ഥ്യമാക്കി. ബഡ്സ് സ്കൂളുകൾ ഭിന്നശേഷി മേഖലയിൽ നേരത്തെ ഇല്ല. എല്ലാ പിന്നെ പഞ്ചായത്തുകളിലും ഘട്ടം ഘട്ടമായി ബഡ്സ് സ്കൂളുകൾ ആരംഭിക്കുകയാണ്. സമഗ്ര കുടിവെള്ള പദ്ധതി നേരത്തെ ഇല്ല, ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമീണ റോഡുകൾ, ഏറ്റവും കൂടുതൽ മോശമായിരുന്ന റോഡുകൾ പരമാവധി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി സ്കൂളുകൾ, കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് പൂട്ടിപ്പോകാൻ തീരുമാനിച്ച സ്കൂളുകൾ പട്ടാമ്പി മണ്ഡലത്തിൽ എത്ര എണ്ണം ഉണ്ട്? ആ സ്കൂളുകളെല്ലാം ഇന്ന് മികച്ച സൗകര്യങ്ങളുള്ള സ്കൂളുകളായി. ഇതൊന്നും ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ഉദാഹരണം പറഞ്ഞാൽ പട്ടാമ്പി മണ്ഡലത്തിൽ എത്രയോ ആളുകളുടെ ഓരോ പഞ്ചായത്തിലും നോക്കിക്കഴിഞ്ഞാൽ പട്ടയ പ്രശ്നം എത്ര രൂക്ഷമായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ട് ഏതാണ്ട് 90% മുതൽ 95% പട്ടയ പ്രശ്നം തീർന്നു. ഇനി വളരെ കുറച്ചേ ഉള്ളൂ. മാത്രമല്ല, ലൈഫ് ഭവന പദ്ധതി, ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചർച്ചയായില്ല. ആ വീട് ഏറ്റവും കൂടുതൽ കൊടുത്ത സ്ഥലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ആ കാര്യങ്ങളല്ല ചർച്ച ചെയ്തത്, വേറെ പലതും ചർച്ച ചെയ്തത്. നമ്മുടെ ഈ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് പല ട്രോളുകളും ഇറങ്ങിയിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ട്രോൾ പട്ടാമ്പി പേജിലൊക്കെ നമ്മൾ കണ്ടിരുന്നത് ആ റോഡുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നമാണ്. അത് പെട്ടെന്നാണെങ്കിലും പരിഹരിക്കാൻ കഴിഞ്ഞു. അതായത് പട്ടാമ്പി റോഡ് എന്ന് പറയുന്നത് പിന്നെ വളരെ വീതി കുറഞ്ഞ വളരെ മോശമായിട്ടുള്ള റോഡായിരുന്നു. പട്ടാമ്പി റോഡ് മാത്രമല്ല, പട്ടാമ്പി പുലാമന്തോൾ റോഡ് ഞാൻ MLA ആകുമ്പോൾ അതിനു മുമ്പ് ഞാൻ സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് തകർന്നു കിടക്കുക, വിജിലൻസ് കേസിലാണ്. മാത്രമല്ല, പിന്നെ എല്ലാ റോഡുകളും, ഈ റോഡുകൾ ഓരോന്നും പടിപടിയായിട്ട് നമ്മൾ നവീകരിച്ചു. ഈ മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ പഴയ വീതിയിലല്ല, ഇരട്ടി വീതിയാക്കി. അത് മരം മുറിക്കൽ മുതൽ സ്ഥലം ഏറ്റെടുക്കൽ, കയ്യേറ്റം ഒഴിപ്പിക്കൽ മുതൽ പിന്നെ പോസ്റ്റുകൾ മാറ്റലും അതുപോലെ പൈപ്പ് ലൈനുകൾ, പുതിയ പൈപ്പ് ലൈനുകളിലും എന്നുള്ള എല്ലാ വർക്കും ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ടൗണിൽ എത്തി. ഇപ്പോഴും നിങ്ങൾക്കറിയോ, ഈ ഫെബ്രുവരി അവസാനം വരെ ചില ആളുകൾ കോടതിയിൽ കേസ് കൊടുത്തിട്ട് വർക്കിന് സ്ഥലം കയ്യേറ്റം ഒഴിപ്പിക്കാൻ സ്റ്റേ ഉള്ളതാണ്. പല മണ്ഡലങ്ങളിലും ഇങ്ങനെ സ്റ്റേ വന്നാൽ വർക്ക് അവിടെ നിർത്തിവെച്ച് നിൽക്കും. എന്നാൽ എങ്ങനെയാണ് ഇത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അതിനെയൊക്കെ ഓരോ ഘട്ടത്തിലും മറികടന്ന് അത് നവീകരിച്ച്, ഇനി ടൗൺ നവീകരണം കൂടി ഇതിൻ്റെ കൂടെ നടക്കാൻ പോവുക. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഇന്ന് നേരത്തെ ഉള്ളതും കൂടെ കമ്പയർ ചെയ്താൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറുന്നത്. റോഡ് സാധാരണ റോഡ് BMBC ചെയ്യുന്ന പോലെ അല്ല, നല്ല ആഴത്തിൽ റോഡ് പൊളിച്ചെടുത്ത് വീതി കൂട്ടുക മാത്രമല്ല, ആഴത്തിൽ പൊളിച്ചെടുത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇപ്പോൾ 2017-ലും 2018-ലും പൂർത്തീകരിച്ച റോഡുകൾ പട്ടാമ്പി മണ്ഡലത്തിൽ ഇന്നും നിൽക്കുകയാണ്. അതാണ് ക്വാളിറ്റിയോടുകൂടി നിൽക്കുന്നത്. ഇതാണ് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നമ്മൾ വെറുതെ എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കുകയല്ല ചെയ്യുന്നത്, ശാശ്വതമായ പരിഹാരമാണ്. അതിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് ഈ കോൺഫിഡൻസ്. അത് തന്നെയാണ് കോൺഫിഡൻസ്.